എന്താണ് അതിൻ്റെ അർത്ഥം? അത് ഷിയാക്കളുടെ വിശ്വാസമല്ലേ? ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു ജനിച്ചു മറിഞ്ഞിരിക്കുകയാണ്, ഇനി കുറേ കാലം കഴിഞ്ഞിട്ട് വെളിപ്പെടും എന്നുള്ള വിശ്വാസമാണ് ഷിയാക്കളുടെ വിശ്വാസം. അപ്പോൾ മക്തൂബാത്തിലുണ്ടല്ലോ എന്നാ അഹ്മദ് ഫാറൂഖ് സർഹന്ദിയുടെ അൽ മക്തൂബാത്തിൻ്റെ അവസാനത്തെ മക്കാലയിൽ അങ്ങനെയുണ്ട്. അതിനെ സംബന്ധിച്ച് പിന്നീട് പറയാം. ഈ 12 ഇമാമിയങ്ങളിലൂടെയാണ് 12 അഹ്ലു ബൈത്തിൽപ്പെട്ട 12 ആളുകളിലൂടെയാണ് തരീഖത്ത് വന്നത്. ഇവരെന്താ പറയണത്? മെഹബൂബി കുട്ടികൾ പറയണത് എപ്പോഴും വലിയ ഷെയ്ഖിനെതിരായിട്ട് മുഹമ്മദ് ബാദ്ഷാക്കെതിരായിട്ട് സുൽത്താൻ, ഖലീഫമാർക്കെതിരായിട്ട് മെഹബൂബി കുട്ടികൾ ഇങ്ങനെ പരസ്പരം എതിര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്കി 8 ആളുകൾ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട 8 ആളുകളിലൂടെയാണ്. അപ്പം 4 ആൾ പറഞ്ഞു. അത് നോക്കിയെടുക്കി വരച്ചിട്ട് പോകും. 8 ആളുകളിലൂടെയാണ് ഖാദിരി തരീഖത്ത് ഔസുൽ ആദമിലേക്ക് വന്നു ചേർന്നത് എന്നാണ് വാദം. 12 ഇമാമിയങ്ങളിൽ കൂടി മഹ്ദി ഇമാം അടക്കമുള്ള 12 ഇമാമിയങ്ങളിൽ കൂടിയാണ് ഖാദിരി തരീഖത്ത് വന്നത്. അത് 8 ആളിൽ കൂടിയാണെന്ന് കുട്ടികൾ. പിന്നെ എന്നാൽ ഇവിടെ ഖാദിരിയ മാർഗം തീർത്തും വ്യത്യസ്തമായി നിലനിന്നു. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിലേക്ക് വന്നെത്തുന്ന സൂഫി സിൽസിലകൾ പലതുണ്ട്. ഇതിൽ തൗഹീദിൻ്റെ സിൽസിലയും അല്ലാത്തതുമുണ്ട്. ഖാദിരിയ 14 മാർഗങ്ങളാണല്ലോ. അപ്പം ഖാദിരി 14ആണ്, ഖാദിരിയ തരീഖത്ത് 14ആണ് എന്നാണ് ഇപ്പം ഇതിൽ എഴുതുന്നത്. ഖുലഫാക്കളെ വിസ്തരിച്ചപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഈ ഖാദിരി തരീഖത്ത് 14ആണല്ലോ എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഖുലഫാക്കളെ മറുപടി ഖാദിരി തരീഖത്ത് 14 എന്നല്ല ഞങ്ങൾ പറയണത്. ഞങ്ങൾ മൊത്തം തരീഖത്ത്, അതായത് തരീഖത്ത് 14 നൗആണ്, ജാതിയാണ്. എന്നാൽ കുറച്ചുകൂടി എണ്ണം ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഉള്ള ഒരു ഹിക്മത്ത്. 14 ജാതിയാണ്. അതിൽ നിന്നുള്ള ഒരു ജാതി സ്വീകരിച്ചാൽ മുഅ്മിനാകും, ബാക്കി 13 ജാതി സ്വീകരിച്ചാലും മുസ്ലിമേ ആവുള്ളൂ എന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. അപ്പോൾ ഖലീഫമാർ 14 ജാതിയാക്കി. ഇപ്പോൾ മെഹബൂബി കുട്ടികൾ ഖാദിരി തന്നെ 14 ആക്കി. എന്തിനാ അങ്ങനെ പറയാൻ പോണത്? ഖാദിരി തന്നെ 14 ആയിക്കോട്ടെ എന്ന്. ഒക്കെ മുജത്തഹിദീങ്ങളാണ്. ഖാദിരിയ 14 മാർഗങ്ങളാണല്ലോ. അല്ലെങ്കിൽ മറ്റൊരു വിഭജന രീതിയിൽ 4ഉം: റൂഹുൽ ഖാദിരി, ഖൽബുൽ ഖാദിരി, ലിസാനുൽ ഖാദിരി, ലിബാസുൽ ഖാദിരി 4ആണ്. ഇതിൽ റൂഹുൽ ഖാദിരിയാണ് തൗഹീദിനെ പ്രതിനിധാനം ചെയ്യുന്നത്. ഈ മാർഗത്തിൻ്റെ സിൽസിലയിൽ പ്രവാചക കുടുംബത്തിലെ 8 ഇമാമുകൾ അണിനിരക്കുന്നുണ്ട്. ഇതാണ് പറഞ്ഞത്, 8 ഇമാമുകൾ. അപ്പോൾ ഖലീഫമാർ പറയുന്നത് 12 ഇമാമിയങ്ങൾ അണിനിരന്നു. മെഹബൂബി കുട്ടികൾ പറയുന്നത് 8 ഇമാമിയങ്ങൾ അണിനിരന്നു. ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ. അതായത് ഒരു വസ്തു അറിയില്ലാന്ന്, ഒരു വസ്തു അറിയില്ല, എവിടൊക്കെ എന്തൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ എഴുതുക. കുല്ലൗകാനൽ ബഹറു മിദാദല്ലി കലിമാത്തി റബ്ബി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇൽമുൽ ജഫറാണെന്നാണ് ഷെയ്ഖ് പറയുന്നത്. കുല്ലൗകാനൽ ബഹറു മിദാദല്ലി കലിമാത്തി റബ്ബി, എൻ്റെ റബ്ബിൻ്റെ ജ്ഞാനവചനങ്ങൾ എഴുതാൻ ഈ സമുദ്രം മുഴുവനും മഷിയായി. എന്നാൽ നഫിദൽ ബഹറു ഖബ്ല അൻ തൻഫദ റബ്ബി, എൻ്റെ റബ്ബിൻ്റെ ജ്ഞാനവചനങ്ങൾ എഴുതാൻ ആ മഷി മുഴുവനും വറ്റിപ്പോയാലും വചനങ്ങൾ തീരൂല. വലൗ ജീനാ ബിമിസ്ലിഹി മദദ, അത് ഇൽമുൽ ജഫറ. ഖുർആനിൻ്റെ ആന്തരിക അർത്ഥം, ഖുർആൻ്റെ ബാത്തിനിയായ തഫ്സീർ, ആന്തരികമായ അർത്ഥം, ഖുർആൻ്റെ തഫ്സീറും തഹ്വീലൊക്കെ ഈ ഇൽമുൽ ജഫർ കൊണ്ട് കിട്ടുന്ന. എന്നിട്ടാണ് ആ ബുക്ക് എടുത്തത്. മഹാനായ ഗൗസുൽ ആലം തങ്ങൾ കിതാബുൽ ഗുന്യത്തിൽ പറയുന്നത്, വമിൻ ദാലിക, റാഫിദിയാക്കളായ ഷിയാക്കൾ ഇത്തിഫാക്കായ ഏകകണ്ഠമായി പറഞ്ഞ കാര്യങ്ങളിൽപ്പെട്ടതാണ് അന്നൽ ഇമാമ യഅലമു, 12 ഇമാമിയങ്ങളിൽപ്പെട്ട ഓരോ ഇമാമും അറിയും, കുല്ല ഷൈഇൻ, എല്ലാ വസ്തുവിനെ അറിയും, മാ കാന വമാ യകൂനു. ഇത് ഷിയാക്കളെ ഇത്തിഫാക്കാണെന്ന് ഗൗസുൽ ആലം തങ്ങൾ ഗുന്യത്തിൽ പറയാം. മിൻ അംരി ദുനിയാ വദ്ദീനി, ദുനിയാവിൻ്റെ കാര്യം അറിയും, ദീനിൻ്റെ കാര്യം അറിയും. അതാണ് ഇപ്പോൾ ഈ ഷെയ്ഖിന് ഇൽമു വേണ്ടെന്ന് പറയുന്നത്. എന്തൊരു വൈരുദ്ധ്യമാണ്! കമാലുൽ ഇത്തിബായ് വേണമെന്ന് പറയും.
റസൂലുള്ളാഹിനോടുള്ള പൂർണ്ണമായ ഇത്തിബായ് വേണം തരീഖത്തിൽ കൂടിയാൽ. അങ്ങനെ പൂർണ്ണമായ ഇത്തിബായോടുകൂടെ അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ ഇൽമുൽ ജഫർ കിട്ടും. അപ്പോൾ എല്ലാ ഇൽമും കിട്ടും. അപ്പോൾ ഈ കമാലിൽ ഇത്തിബായ് എങ്ങനെ ഉണ്ടാകുക? അതിന് ഇൽമു വേണ്ടേ? അപ്പോൾ ഷെയ്ഖ് ഉമ്മിയായ മതി. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഷെയ്ഖ് ഷൈബാനുർ റായി ഉമ്മിയായിരുന്നല്ലോ. ഈ ഉമ്മി എന്ന് പറഞ്ഞാൽ എഴുത്തും വായന അറിയാത്ത ആളെന്നാണ്. എഴുത്തും വായന അറിയില്ല എന്ന് പറഞ്ഞത് കൊണ്ടിട്ട് ആ ആൾക്ക് ഇൽമില്ല എന്ന് വരൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മിയായിരുന്നു, പക്ഷെ ഇൽമുണ്ടായിരുന്നില്ലേ? അപ്പൊ എഴുത്തും വായന അറിയാത്ത ആളായതുകൊണ്ട് ഇൽമില്ല എന്ന് വരൂല. ഇൽമില്ലാത്ത ആൾക്ക് എങ്ങനെ ഇത്തിബായിന് സാധിക്കുക? ഇൽമില്ലാത്ത ആൾക്ക് എങ്ങനെ ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ സാധിക്കുക? അപ്പൊ ഇൽമു വേണം. പക്ഷെ ഇവർ പറയുന്നത് എന്താ? തരീഖത്തിൽ കൂടി ആ ഇൽമുൽ ജഫർ കിട്ടും. എല്ലാ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ അതിൽ കൂടി കിട്ടും. അപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഉമ്മ, ഇമാം ഷാഫി റളിയല്ലാഹു തആല അവൻ്റെ ഖദീമും ജദീദും ഇജ്തിഹാദ് ചെയ്ത് എന്തെല്ലാം മസലകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണല്ലോ. അങ്ങനെ 4 മദ്ഹബ്. ഇങ്ങനെ എല്ലാ മദ്ഹബിലും പെട്ട കാര്യങ്ങൾ ഇവർക്ക് തിരിയും. പിന്നെ ഓതി പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവർ പറയുന്നത് എന്താ? തരീഖത്തിനെ എതിർക്കണമെങ്കിൽ എല്ലാ മദ്ഹബിലും ഇജ്മാ ആയ കാര്യത്തിന് എതിരായ വല്ലതും കണ്ടെങ്കിൽ, അപ്പോൾ എല്ലാ മദ്ഹബ് പറഞ്ഞാൽ ഏതാ? ഇപ്പോൾ ഇവരെടുക്കലും മദ്ഹബ് ബലി ഇൽമുൽ ജഫർ കൊണ്ടിട്ട് എല്ലാ മദ്ഹബും കഴിഞ്ഞു പോയ മദ്ഹബൊക്കെ ബൽക്കറിയും. എന്താണെന്ന് ഇജ്മാ എന്ന് പറഞ്ഞാൽ ഇത്തിഫാഖു മുജ്തഹിദിൽ ഉമ്മത്തി ഫി അസ്രിൻ അലാ അയ്യി അംറിൻ കാൻ. ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ മേൽ ഒരു കാലത്തുള്ള മുജ്തഹിദീങ്ങൾ ഇത്തിഫാഖാകുക. ഈ കാലഘട്ടത്തിലുള്ള മുജ്തഹിദീങ്ങൾ ആരാ? 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ തന്നെയാണ് ഇന്നത്തെ മുജ്തഹിദീങ്ങൾ. ഇന്ന് വേറെ മുജ്തഹിദീങ്ങളില്ല. അപ്പം 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ കർമ്മപരമായി വിശ്വാസപരമായി അശ്അരി മാതുരിദി അവർ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അടിസ്ഥാനപരമായ കാര്യത്തിൽ അശ്അരി മാതുരിദി രണ്ടും ഒന്ന് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഖിലാഫില്ല. ഈ ഇമാമിയങ്ങളടിയിൽ ഇത്തിഫാക്കായ കാര്യത്തിന് എതിരായ അത് തന്നെയല്ലേ നമ്മൾ എതിർക്കണുള്ളൂ. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം തങ്ങളുടെ തരീഖത്തിന്റെ പേരിലാണ് നടക്കുന്നത്. എന്തായിരുന്നു ഗൗസുൽ ആദം തങ്ങളുടെ സ്ഥിതി? ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം തങ്ങളെ സംബന്ധിച്ച് ഉണ്ടോ? കിതാബുൽ ഖലായിദുൽ ജവാഹിർ എന്ന കിതാബിൽ ഗൗസുൽ ആദം തങ്ങളെ സംബന്ധിച്ച് ഗൗസുൽ ആദം തങ്ങളുടെ അഖീദകൾ വിവരിച്ചതിൻ്റെ ശേഷം, ഗൗസുൽ ആദം തങ്ങളുടെ ഇബാറത്തുകൾ പറഞ്ഞതിൻ്റെ ശേഷം ഗൗസുൽ ആദം തങ്ങൾ പറയുന്നു, ഫയാലഹാ മിൻ കവാഫിൻ വഹിയ്യത്തിൻ വഅഖീദത്തിൻ സുന്നിയ്യത്തിൻ അലാ ഉസൂലി മദാഹിബിൽ ഹനഫിയ്യത്തി വശാഫിഇയ്യത്തി വൽ മാലികിയ്യത്തി വൽ ഹംബലിയ്യത്തി. കണ്ടോ? ഷാഫി, ഹനഫി, മാലിക്കി, ഹംബലി ഈ 4 മദ്ഹബിനോട് അതിൻ്റെ ഉസൂലിനോട് യോജിച്ചുകൊണ്ടുള്ള സുന്നിയായ അഖീദകളാണ് ഞാനിതുവരെ പറഞ്ഞത്. ഔസുല്ലാഹ് ഞങ്ങൾ പറയാണ്, വയ്യാക്കും അസമനില്ലാഹു തആല വയ്യാക്കും, അള്ളാഹു നിങ്ങളെയും എന്നെയും കാത്തുരക്ഷിക്കട്ടെ. മിനല്ലദീന ഫറഖൂ ഫിർഖത്തുണ്ടാക്കി, ഭിന്നിപ്പുണ്ടാക്കി, ഫമറഖൂ കമാ യംറുഖു സഹ്മു മിനർ റമിയ, അമ്പിൻ്റെ കുറ്റിയിൽ നിന്ന് അമ്പ് തെറിക്കുന്നത് പോലെ ദീനിൽ നിന്ന് തെറിച്ചു പോകുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തരുത്. നമ്മളൊക്കെ 4 മദ്ഹബ് സ്വീകരിക്കണം എന്ന് ഗൗസുൽ ആദം തങ്ങൾ പറയാണ്. വേറൊരു സ്ഥലത്ത് പറയുന്നു, وقال شيخ الإسلام الشيخ محي الدين النووي رحمة الله تعالى عليه في كتابه بستان العارفين ما علمنا فيما بلغنا من الثقات العاقلين كرامات الأولياء أكثر مما وصل إلينا من كرامات الكتب شيخ بغداد محي الدين عبد القادر الجيلي رضي الله تعالى عنه. كان شيخ السادة الشافعية കണ്ടോ, കാന ഷെയ്ഖ് സാദത്തി ഷാഫിയ്യ വസാദത്തിൽ ഹനാബില ബിബഗ്ദാദ വന്തഹത് ഇലൈഹി റിയാസത്തുൽ ഇൽമി ഫീ വഖതിഹി
വക്കാന ജമീല സിഫാത്തി ഷരീഫൽ അഖ്ലാഖി കാമിലൽ അദബി വൽ മുറുവത്തി കസീറ തവാദുഇ ദായിമൽ ബിശ്രി വാഫിറൽ ഇൽമി വൽ അകലി ഷദീദൽ ഇഖ്തിഫായി ലികലാമി ശർഇ വ അഹ്കാമിഹി മുഅല്ലിമൻ ലി അഹ്ലിൽ ഇൽമി മുഅല്ലിമൻ ലി അഹ്ലിൽ ഇൽമി. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം തങ്ങൾ ഉലമായിനെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആളായിരുന്നു. ഇവരോ ഉലമായിനെ സംബന്ധിച്ച് എന്താണ് ഇവർ പറയുന്നത്? ആ പദങ്ങളൊന്നും പറയാൻ നമുക്ക് സാധ്യമല്ല.